ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് പൈനാപ്പിൾ കൊണ്ടൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇത്ര പോകുന്നൊരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അധികം പഴുത്തിട്ടില്ല, എന്നാൽ നല്ല പച്ചല്ലേനും അങ്ങനത്തെ ചെറുതായിട്ട് മധുരമുണ്ട് പുളിയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടാക്കിയപ്പോൾ. അതിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ തോലൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിതിങ്ങനെ നീളത്തിലാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതാ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അച്ചാർ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവിനാവശ്യമായിട്ടുള്ള. അപ്പോൾ അതാ ഇനി ഇതിൽ കുറച്ച് ഉപ്പ്, നമുക്ക് ഈ പൈനാപ്പിളിൽ കുറച്ച് ഉപ്പ് ഇങ്ങനെ നമുക്ക് തേച്ച് പിടിപ്പിച്ച് വെക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് നേരം പൈനാപ്പിളിൽ ഉപ്പ് ഇങ്ങനെ തേച്ച് കൊടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെ ചട്ടി വെച്ചിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. അതിപ്പോൾ ഞാനൊരു 2 മിനിറ്റ് നേരം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയ ടീസ്പൂണ്. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ അതിലേക്ക് ചേർക്കട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് ആ പച്ചമുളകും പിന്നെ വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ, ഒന്ന് വാടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അത് കുറച്ച് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിക്ക് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട്, നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഈ മുളക് പൊടി തന്നെ അത്യാവശ്യം കളറുള്ളതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കട്ടോ ഈ എണ്ണയിൽ. അപ്പോൾ നമ്മൾ ഇതിക്ക് ഇപ്പോൾ കായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് പൈനാപ്പിളൊക്കെ ഇട്ടതിൻ്റെ ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് മറന്നു പോയതാണ്. അപ്പോൾ അത് മൂത്ത് വന്നപ്പോൾ ഞാനിതാ തിരുമ്പി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൈനാപ്പിളിൻ്റെ ആ വെള്ളം, ഉപ്പിൻ്റെ വെള്ളം കൂടെ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. പിന്നെ പൈനാപ്പിൾ അത്യാവശ്യം പുളിയുള്ളൊരു പൈനാപ്പിളാണ്. അപ്പോൾ ഇതിക്ക് ഇനി നമ്മളൊരു 3 സ്പൂണ് സുർക്ക കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സുർക്ക മധുരമുള്ള പൈനാപ്പിളാണെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇത് കുറച്ച് പുളിയുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് ഞാനൊരു 3 സ്പൂൺ ഒഴിച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണ് കായപ്പൊടി നമ്മൾ അതിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ ആ കായം ഒന്ന് എണ്ണയിൽ കടന്ന് മൂത്തിട്ട് അതിൻ്റെ ആ വറവിൻ്റെ ഒരു ടേസ്റ്റ് എന്നാലേ വരുള്ളൂ. ഇതിപ്പോൾ തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കായപ്പൊടീൻ്റെ ഒരു ചുവ ഉണ്ടാവും. അത് കാരണം ഞാനിത് മൂടി വെച്ചിട്ട് പിന്നെ നാളെ ഇട്ടത് എടുക്കുകയുള്ളൂ. അപ്പോൾ അതാ നമ്മൾ കായപ്പൊടി അതിൽ തന്നെ ഇട്ട് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഇത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പൈനാപ്പിൾ കൊണ്ട് ഇങ്ങനെ അച്ചാറൊന്നും ഇട്ട് നോക്കുകൊണ്ടു. അപ്പോൾ അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇത് പൈനാപ്പിൾ നമ്മൾ പച്ചടിയും കിച്ചടിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിലും വലിയ ടേസ്റ്റാണ് കേട്ടോ ഈ പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ അച്ചാറൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ തീയൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഇത് ഞാനിപ്പോൾ കായപ്പൊടി മുകളിൽ ഇട്ട് കൊടുത്തതുകൊണ്ടാണ് മൂടി വെക്കണത്. അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്കൊരു പാത്രത്തേക്ക് എടുത്ത് സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിത് മൂടി വെച്ച് പിറ്റേ ദിവസം ഇങ്ങനെ അച്ചാർ പാത്രത്തിലെടുത്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.